ഇനി നമുക്ക് പി ജെയിംസ് അല്പസമയത്തിനകം റെഡിയായി വരും. വിദേശ വാർത്തകൾ വരുന്നു. പാലസ്തീനികളെ മനുഷ്യ കവചമാക്കി ഇസ്രായേൽ സേന ആക്രമണം നടത്തുന്നുവെന്ന വെളിപ്പെടുത്തൽ. ഇസ്രായേൽ ആക്രമണത്തിൽ പലസ്തീനി ഡോക്ടേഴ്സിൻ്റെ 9 മക്കൾ കൊല്ലപ്പെട്ടു. ഒരു ഡോക്ടറുടെ 9 മക്കളാണ് കൊല്ലപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പി ജെയിംസ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഗുഡ് മോർണിംഗ് ജെയിംസ്, am I correct? ഒരു ഡോക്ടറുടെ 9 മക്കൾ കൊല്ലപ്പെട്ടു എന്നാണ് വാർത്ത. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഒരു ഡോക്ടറുടെ 9 മക്കൾ ഖാൻ യൂണിസിൽ തെക്കൻ ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വളരെ ദുഃഖകരമാണ്. 10 മക്കളാണ് ആ ഡോക്ടർക്കുള്ളതിൽ. 9 പേരും കൊല്ലപ്പെട്ടു. ഒക്കെ ചെറിയ കുട്ടികളാണ്. ഒന്നിനു പിറകെ ഒന്നായിട്ട് ആൾക്കാരെ ഇസ്രായേൽ ബോംബ് ചെയ്ത് കൊലപ്പെടുത്തി എന്നുള്ള വാർത്ത തന്നെയാണ് വരുന്നത്. എന്തായാലും ഇതിനിടയിൽ ഞെട്ടിപ്പിക്കുന്നൊരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്, അത് അസോസിയേറ്റഡ് പ്രസ്, അമേരിക്കൻ ന്യൂസ് ഏജൻസിയാണ്, SKN അറിയാം, അവർ പുറത്തുവിട്ടിരിക്കുന്നൊരു വാർത്ത വല്ലാതെ ഞെട്ടിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇസ്രായേൽ സേന ഗസയിലേക്ക് പല ഭാഗങ്ങളിൽ നിന്നും ഇരച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഹമാസിൻ്റെയും അതുപോലെ തന്നെ മറ്റ് ആയുധധാരികളും അവരെ നേരിടുന്നത് തടയാനായി കെട്ടിടങ്ങളിലേക്കും തുരങ്കങ്ങളിലേക്കും കടക്കുന്നതിന് മുമ്പ് ഈ പാലസ്തീനികളായിട്ടുള്ള ആൾക്കാരെ ഇസ്രായേൽ സൈനികരുടെ വേഷം ധരിപ്പിച്ച് ക്യാമറ ഫിറ്റ് ചെയ്ത് തുരങ്കത്തിലേക്ക് വിടുന്നു. ഒരുപക്ഷെ വെടിവെച്ച് അവർ കൊല്ലപ്പെട്ടാൽ ഉടനെ സൈന്യം കടക്കില്ല. ആ രീതിയിൽ കഴിഞ്ഞ ആഴ്ചകളിലും ഇപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ പാലസ്തീനികളെ മനുഷ്യ കവചമായി ഇസ്രായേൽ സേന ഉപയോഗിക്കുന്നു എന്ന വാർത്ത വരുന്ന SKN അത് വല്ലാതെ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. യുദ്ധ നിയമങ്ങൾ അനുസരിച്ച് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഹമാസിനെ കുറിച്ച് ഇതേ ആരോപണം ഉണ്ടായിരുന്നു. അവിടുത്തെ പാലസ്തീനികളെ മനുഷ്യ കവചമായി ഇസ്രായേൽ സേനയ്ക്കെതിരെ ഉപയോഗിക്കുന്നു എന്നുള്ള ഇതേ തരത്തിലുള്ള ആരോപണം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അസോസിയേറ്റഡ് പ്രസ് വിത്ത് തെളിവുകളോടെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിശ്വസിക്കേണ്ട കാര്യമില്ല. എന്തായാലും ഇസ്രായേൽ നടത്തുന്ന ആക്രമണം രൂക്ഷമായിരിക്കുന്നു. ഗസ പിടിച്ചടക്കും വരെ ഞങ്ങൾ പിന്മാറില്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ തരത്തിൽ തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണം മുന്നോട്ട് പോവുകയാണ്. ഇസ്രായേലിനോടൊപ്പം തന്നെ SKN ഈ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് കൂടി പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ഉക്രൈനിലേക്ക് റഷ്യ 250 ഡ്രോണുകളും 15 ബാലിസ്റ്റിക് മിസൈലുകളുമാണ് അയച്ചിരിക്കുന്നത്. യുക്രൈൻ്റെ വിവിധ ഭാഗങ്ങളിൽ വൻ നാശനഷ്ടം, കെട്ടിടങ്ങൾ തകർന്നു, നിരവധി പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. തിരിച്ച് ആക്രമണം നടത്തിയിരിക്കുകയാണ് ഉക്രൈൻ സേന റഷ്യയുടെ പല പ്രദേശങ്ങളിലും, പ്രത്യേകിച്ച് ഉക്രൈൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിൽ. അതിലും കുറേ പേർ കൊല്ലപ്പെട്ടതായും വാർത്തകൾ വരുന്നുണ്ട്. എന്തായാലും ഉക്രൈൻ യുദ്ധവും ഇസ്രായേൽ യുദ്ധവും ഒരുപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. SKN.